قال الله عز وجل في قرآنه الكريم أعد الله لهم مغفرة وأجرا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിലെ അവസാന വെള്ളിയാഴ്ചയിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഷ്ഠിച്ച, നാം നിർവഹിച്ച നോമ്പും നമസ്കാരവും മറ്റു ഇബാദത്തുകളും സ്വീകരിച്ച് നമ്മേവരെയും അല്ലാഹു സ്വർഗം നൽകുന്ന വിശ്വാസികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ ചൈതന്യവും അതിൻ്റെ മഹത്വവും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കുന്ന വിശ്വാസികളിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ എന്നാണ്. പ്രിയമുള്ളവരെ, റമദാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ച എന്ന നിലയിൽ റമദാനിൻ്റെ പുണ്യവും റമദാൻ നഷ്ടപ്പെടുത്തുന്ന ആളുകൾക്കുള്ള അപകടവും ആമുഖമായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് ഈ പരിശുദ്ധ റമദാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചാലുള്ള അനുഗ്രഹം നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിന്റെ 35-ാമത്തെ ആയത്തിൽ പറയുന്നത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വ അജ്റൻ അളീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യുന്ന ഓരോരുത്തരെയും എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു വസ്വായിമീന വസ്വായിമാത്, നോമ്പ് പിടിക്കുന്ന സ്ത്രീ പുരുഷന്മാർ, നോമ്പ് പിടിക്കുന്ന വിശ്വാസിനികൾ, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വ അജ്റൻ അളീമാ, അല്ലാഹു അവർക്ക് പാപമോചനം ഒരുക്കി വെച്ചിട്ടുണ്ട്. വ മഗ്ഫിറതൻ, പാപമോചനമുണ്ട്, അതുപോലെ വ അജ്റൻ അളീമാ, വലിയ പ്രതിഫലവുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നോമ്പുകാർക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന പാപമോചനവും മഹനീയമായി പ്രതിഫലവും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്താണ് ആ പ്രതിഫലം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഹസനത്തിൻ യഅമലുഹാ ഇബ്നു ആദമ അശ്റു ഹസനാത്ത്, ആദമിന്റെ മക്കൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനത്തിനും 10 ഇരട്ടിയാണ്. 10 ഇരട്ടി മുതൽ ഇലാ 700 ഇരട്ടി വരെയാണ് പ്രതിഫലം. യഖൂലുല്ലാഹു അസ്സ വജല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ഇല്ല സൗം, നോമ്പൊഴികെ, ഹുവലി, അതെനിക്കുള്ളതാണ്. നോമ്പിന്റെ പ്രതിഫലം ബാക്കിയുള്ള ഇബാദത്തുകളുടെ പ്രതിഫലം പോലെയല്ല. നോമ്പിനെ അല്ലാഹു മാറ്റി നിർത്തി, നോമ്പ് എന്റേതാണ്. വഅന അജ്സി ബിഹി, ഞാനാണ് പ്രതിഫലം നൽകുന്നത്. കാരണം അള്ളാഹ്ക്ക് വേണ്ടിയാണ് അന്നപാനീയങ്ങൾ ഒഴിവാക്കിയത്. നമ്മുടെ മനസ്സ് ഇച്ഛിക്കുന്ന പലതും നമ്മൾ ഒഴിവാക്കിയത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. ഞാനാണ് നോമ്പിന് പ്രതിഫലം നൽകുന്നത്. അവൻ എൻ്റെ ആളാണ്, നോമ്പുകാരൻ എൻ്റെ ആളാണ്. അല്ലാഹ് പറയാണ്, നോമ്പ് എന്റേതാണ്, നോമ്പുകാരൻ എൻ്റെ ആളാണ്, അതുകൊണ്ട് ഞാനാണ് പ്രതിഫലം നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തിന് അല്ലാഹ് പ്രതിഫലം നൽകുന്നു, തർക്കമില്ല. സക്കാത്തിന് അല്ലാഹ് പ്രതിഫലം നൽകുന്നു, തർക്കമില്ല. ഹജ്ജിനും മറ്റു ഇബാദത്തുകൾക്കും അല്ലാഹു പ്രതിഫലം നൽകുന്നു. പക്ഷെ നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോ വഅന അജ്സി ബിഹി, ഞാനാണ് പ്രതിഫലം നൽകുന്നത്. നോമ്പിന്റെ പ്രതിഫലം ബിഗൈരി ഹിസാബ്, കണക്കാക്കാൻ പറ്റാത്ത പ്രതിഫലമാണ്. മാത്രമല്ല, നമ്മൾ ഈ ലോകത്ത് അനുഭവിച്ച ചൂടിന്, തീഷ്ണമായ ദാഹത്തിന്, അല്ലേ, എന്ത് ദാഹമാണ്! റമദാന്റെ അവസാനത്തെ 10 ചൂടൊന്നുകൂടി കൂടി, ദാഹം വലിയ ദാഹമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിസ്വാഇമി ബാബുൻ ഫിൽ ജന്ന, നോമ്പുകാർക്ക് സ്വർഗ്ഗത്തിൽ ഒരു കവാടം തന്നെയുണ്ട്. യുഖാൽ ലഹു റയ്യാൻ, ആ കവാടത്തിന്റെ പേര് റയ്യാൻ എന്നാണ്. യദ്ഖുലു ഫീഹി അഹദുൻ ഗൈറുഹും, റയ്യാൻ എന്ന കവാടത്തിലൂടെ നോമ്പുകാരല്ലാതെ മറ്റാരും കടക്കുകയില്ല. ഫൈദാ ദഖല ആഖിറുഹും മുഗ്ലിക, നോമ്പുകാരിൽ അവസാനത്തെ വ്യക്തിയും പ്രവേശിച്ചു കഴിഞ്ഞാൽ റയ്യാൻ എന്ന കവാടമടക്കും. മാത്രമല്ല, മൻ ദഖല ഫീഹി ശരിബ, ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ കടക്കുമ്പോൾ ഒരു പാനീയമുണ്ട്. വമൻ ശരിബ ലം യദ്മ അബദ, ആ പാനീയം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ നമുക്ക് നൽകും. അത് കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹിക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ ഈ ഹദീസ്. റയ്യാൻ എന്ന കവാടം, സ്വർഗത്തിലെ വിശിഷ്ടമായ പാനീയം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നോമ്പ് പിടിച്ച് ഒന്ന് ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഉച്ച കഴിയുമ്പോൾ, നമ്മുടെ വായിൽ നിന്ന് വരുന്ന ദുർഗന്ധം നമുക്ക് പോലും സഹിക്കാൻ പറ്റാറില്ല.
അല്ലെ? അത് റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. നോമ്പുകാർക്ക് ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയാണ് നോമ്പുകാരന്റെ വായിൽ നിന്ന് വരുന്ന ദുർഗന്ധമുണ്ടല്ലോ, നമ്മളൊക്കെ അനുഭവിക്കുന്ന ദുർഗന്ധം, നമുക്ക് മറ്റു മാസങ്ങളിലില്ലാതെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ദുർഗന്ധം, ആ ദുർഗന്ധത്തിന് വരെ കസ്തൂരിയേക്കാൾ, അടിച്ചു വീശുന്ന കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള ആളുകളായിട്ടായിരിക്കും നോമ്പുകാർ പരലോകത്ത് വരിക. അള്ളാഹു അതൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. റയാൻ എന്ന കവാടവും സ്വർഗത്തിലെ പാനീയവും നോമ്പുകാരന്റെ വായിന്റെ സുഗന്ധവും ഒക്കെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് വലിയ ഉന്നതമായ മഹത്വമുള്ള രീതിയിലാണ്. അള്ളാഹുവേ, അതെല്ലാം ഞങ്ങൾക്ക് നീ അനുഗ്രഹിക്കണേ നാഥ. മാത്രമല്ല നോക്കൂ, ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബുൽ ഇസ്സത്ത്, ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച് അത്ഭുതകരമായി പരിപാലിക്കുന്ന അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ ആരെങ്കിലും ലോകത്ത് കണ്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, പരലോകത്ത് അള്ളാഹുവിനെ കാണാൻ കഴിയും. ആർക്കാണ്? നോമ്പുകാർക്ക്. നോമ്പുകാർക്ക് റബ്ബിനെ കാണാൻ കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഏതിനോടാണ് ചേർത്ത് പറഞ്ഞത്? അള്ളാഹുവിനെ കാണാനുള്ള സായുജ്യം, അള്ളാഹുവിനെ കാണാനുള്ള അനുഗ്രഹം, അള്ളാഹുവിനെ കാണാനുള്ള മഹനീയമായ സൗഭാഗ്യം, അതിന്റെ സന്തോഷത്തെ റസൂലുള്ള ചേർത്ത് പറഞ്ഞത് ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷത്തോടാണ്. നോമ്പ് തുറന്ന് ഇതാ 13-13.5 മണിക്കൂർ അന്നപാനീയങ്ങൾ ഒഴിവാക്കി വായിലേക്കൊരു കാരക്കച്ചീലെടുത്ത് വെച്ച് ഒരു തണുത്ത വെള്ളം വായിലേക്കൊരു ഗ്ലാസ് ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഏത് വിശിഷ്ടമായ ആഹാരം കഴിച്ചാലും നമുക്ക് കിട്ടൂല. അത് നോമ്പ് തുറയുടെ സമയത്തുള്ള സന്തോഷമാണ്. കഴിഞ്ഞ 26 ദിവസവും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. 6:36 ആകാൻ നമ്മൾ കാത്തിരുന്നിട്ടുണ്ട്. ഇതിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയുന്നു, ഇൻദ ഫിത്രിഹി എന്ന് പറഞ്ഞാൽ ബലിപെരുന്നാളിനേക്കാൾ ഈദുൽ അദ്ഹയേക്കാൾ നമുക്ക് മനസ്സിന് ഒരു പടി സന്തോഷം ഈദുൽ ഫിത്തറിനാണ്. ഈദുൽ ഫിത്തറിന്റെ നിലാവ് കാണാനാണ് നമ്മൾ വളരെയധികം ആഗ്രഹിക്കുന്നത്. ഈദുൽ ഫിത്തറിന്റെ നിലാവ് 29-ാം തീയതി കാണാൻ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ആ ഈദുൽ ഫിത്തറിന്റെ സന്തോഷം എന്ന് പറയുന്നത്, ഒരു മാസക്കാലം ഉച്ചക്ക് നമ്മൾ ആഹാരം കഴിച്ചിട്ടില്ല, ഒരു മാസക്കാലം ഉച്ചക്ക് നമ്മൾ വെള്ളം കുടിച്ചിട്ടില്ല, ഹോട്ടലുകളിൽ എത്ര പ്രാവശ്യം പലരും കയറിയിറങ്ങാറുണ്ട്, കൂൾബാറുകളിൽ കയറിയിറങ്ങാറുണ്ട്, ഒരു മാസക്കാലം നമ്മളത് ചെയ്തിട്ടില്ല. പക്ഷേ ഒരു മാസം 4 ആഴ്ചയും 2 ദിവസവും കൂടുന്ന 30 ദിവസത്തോളം വരുന്ന കാലഘട്ടത്തിൽ ഒന്നും ഉച്ചക്കും രാവിലെയും വൈകിട്ട് ഒരു കട്ടൻ ചായ പോലും നമ്മൾ കുടിക്കാത്ത നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് നമുക്കിതെല്ലാം അനുവദനീയമാണ്. നോമ്പ് ഫിത്തറിന്റെ, ഈദുൽ ഫിത്തറിന്റെ സന്തോഷം അല്ലെങ്കിൽ നോമ്പ് തുറയുടെ സന്തോഷം, ആ സന്തോഷത്തെക്കാളേറെയാണ് നോമ്പുകാർക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയുന്നതിനുള്ള സന്തോഷം. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഞാൻ ഇത്രയും പറഞ്ഞത് നോമ്പുകാർക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന പ്രതിഫലമാണ്. അള്ളാഹുവെ, ഈ പ്രതിഫലം ഒന്നും കുറയാതെ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ നാഥ. ഇനി നോമ്പ് മൂലം നഷ്ടം സംഭവിച്ചു പോയവരെയും നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് കരഞ്ഞ് തൗബ ചെയ്ത് മടങ്ങുക. നമ്മളുടെ മോശമായ പ്രവർത്തനം കൊണ്ട് നോമ്പ് മുറിയുന്നത് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം ഖളാ വീട്ടിയത് തൗബ ചെയ്യുക. നോമ്പുകാരന് റമദാനിന്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് നാശമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലമ്മാ റഖിയ അത്ബതൻ, 3 പടികളെ കുറിച്ച് പരിശുദ്ധമായ മദീന പള്ളിയുടെ മിമ്പറിന്റെ 3 പടിയെ കുറിച്ച് പറയുമ്പോൾ അത്ബതൻ, 1ാമത്തെ പടിയേറിയ സമയത്ത് റസൂലുള്ളാഹി ആമീൻ എന്ന് പറഞ്ഞു. 2ാമത്തെ പടിയേറിയപ്പോഴും ആമീൻ എന്ന് പറഞ്ഞു. 3ാമത്തെ പടിയേറിയപ്പോഴും ആമീൻ എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു കൊടുക്കുന്നു സഹാബത്തെ, ആ 3 ആമീനിൽ ഒരു ആമീൻ എന്തെന്നറിയുമോ? അതാനി ജിബ്രീൽ, ജിബ്രീൽ പ്രവാചകന്റെ സമീപത്ത് വരികയാണ്. എന്നിട്ട് 3 ദുആ ഇറക്കുന്നു അല്ലാഹുവിനോട്. അതിൽ ഒരു ദുആ, യാ മുഹമ്മദു, ഏ മുഹമ്മദേ, മൻ അദ്റക റമളാൻ, റമളാൻ മാസത്തെ കണ്ടുമുട്ടിയിട്ട് ഫലം യഗ്ഫിർ ലഹു, പാപമോചനം നേടാത്തവൻ, റമളാനിൽ നോമ്പ് അനുഷ്ഠിച്ചിട്ട്, റമളാനിൽ രാത്രി നിസ്കരിച്ചിട്ട്, റമളാനിൽ ഇസ്തിഗ്ഫാർ നടത്തിയിട്ട് പാപമോചനം നേടാത്തവനെ അല്ലാഹു അകറ്റട്ടെ എന്ന്, അല്ലാഹു വിദൂരതയിലാക്കട്ടെ എന്ന് ദുആ ചെയ്തത് ജിബ്രീലാണ്. ആ ദുആഇന് ആമീൻ പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. എവിടെ വെച്ചാണ്? പരിശുദ്ധമായ മദീന പള്ളിയുടെ മിമ്പറിന്റെ പടിയിൽ വെച്ചാണ്. അതും അള്ളാഹിന്റെ റസൂൽ 3ാമത്തെ പടിയിൽ വെച്ച് ആമീൻ എന്ന് പറഞ്ഞത് പരിശുദ്ധ റമദാനിൽ നോമ്പ് പിടിച്ചിട്ടും ഇസ്തിഗ്ഫാർ നേടാൻ അള്ളാഹു തൗബ സ്വീകരിക്കാത്ത, അള്ളാഹു പാപമോചനം നൽകാത്ത വിഭാഗത്തെ കുറിച്ചാണ്. അള്ളാഹുവേ, ഈ അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തല്ലേ നാഥ. എന്ത് നഷ്ടമാണ് പ്രിയപ്പെട്ടവരെ.
നമുക്ക് ആ ഒരു അവസ്ഥ ഉണ്ടായാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ സഹിച്ച ത്യാഗത്തിന് എന്തെങ്കിലും നമുക്ക് കിട്ടുമോ? അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ഇരിക്കണം. പടച്ചവനെ ഇസ്തിഗ്ഫാർ, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. പെരുന്നാളിന്റെ തിരക്കിനിടയിൽ മറന്നു പോകരുത് ഈ ദുആ. ഏത് സമയത്തും ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന വിശ്വാസികളോട് റസൂലുള്ള ദുആ ഇരക്കാൻ പറഞ്ഞു. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. പടച്ചവനെ നീ മാപ്പ് ചെയ്യുന്നവനാണ്, മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് മാപ്പ് തരണേ, അല്ലാഹുവേ പുറത്തു തരണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ യാ അർഹമർ റഹീമീൻ. പടച്ചവനെ ഞങ്ങൾക്ക് പുറത്തു തരണേ. അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. പടച്ചവനെ നിന്നിലേക്ക് ഞങ്ങൾ തൗബ ചെയ്യുന്നു, നിന്നിലേക്ക് ഞങ്ങൾ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നു. ഇങ്ങനെ ആത്മാർത്ഥമായി റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടുക. പ്രിയപ്പെട്ടവരെ, റമദാൻ മൂലം പാപം പൊറുക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. മറ്റൊരു ഹദീസ് ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ നരകത്തിൽ കണ്ട ഒരു കാഴ്ചയെക്കുറിച്ച് പറയുകയാണ്. ബൈനമാ അന നായിം ഇദ് ആതാനി റജുലാനി. ഞാൻ ഉറങ്ങുന്ന വേളയിൽ രണ്ടാളുകൾ എൻ്റെ സമീപത്ത് വന്നു. അവരെന്നെയും കൊണ്ട് ഫഅതയാബി ജബലൻ മഅറ. വലിയൊരു മലയുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയത്. ഫഖാല ഉസ്ഉദ്. എന്നിട്ട് ആ മലക്കൾ പറഞ്ഞു, ഈ മലയുടെ മുകളിലേക്ക് കയറണം മുഹമ്മദ് നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലാ ഉതീഖുഹു. എനിക്ക് കയറാൻ സാധിക്കില്ല. അങ്ങനെ ഈ മലക്കുകൾ പ്രവാചകനെ ആ മലയുടെ മുകളിൽ കയറാൻ സഹായിച്ചു. ഫസഉദ്തു ഹത്താ ഇദാ കുന്തു ഫീ സവാഇൽ ജബൽ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഞാൻ ആ മലയുടെ മുകൾ ഭാഗത്ത് എത്തിയപ്പോ ഇദാ ബിയസ്വാതിൻ ശദീദ, വളരെ വളരെ ഭയാനകമായ പേടിപ്പെടുത്തുന്ന ശക്തമായ കരച്ചിലും അട്ടഹാസവും ഞാൻ കേൾക്കുകയാണ്. ആ സമയത്ത് ഞാൻ ചോദിച്ചു, ആരുടേതാണ് ഈ കരച്ചിൽ? മലക്കുകളെ, ആരുടേതാണ് ഈ കരച്ചിൽ? ആ സമയത്ത് മലക്കുകൾ പ്രവാചകനോട് പറയുന്നു, ഇത് അഹ്ലുന്നാറിന്റെ നരകാവകാശികളുടെ കരച്ചിലാണ് നബിയേ. അങ്ങനെ എന്നെയും കൊണ്ടുപോയി ഒരു സ്ഥലത്തേക്ക്. കൈകാലുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന, അതേപോലെ മുഖം മാന്തിപ്പറിക്കപ്പെട്ടിരിക്കുന്ന, മുഖത്തിലൂടെ വായിലൂടെ രക്തം ഇങ്ങനെ ധാരധാരയായി ഒഴുകുന്ന, കട്ടഹസിച്ച് കരയുന്ന ആളുകളെ ഞാൻ കണ്ടപ്പോ കുൽത്തു, ഞാൻ ചോദിച്ചു, മൻ ഹൗലാ, ആരാണിവർ? അപ്പൊ പറഞ്ഞു, ഹൗലാ ഇല്ലദീന യുഫ്തിറൂന ഖബ്ല തഹല്ലത്തി സൗബിഹിം. നോമ്പിന്റെ സമയമാകുന്നതിന് മുമ്പ് കഴിയുന്നതിന് മുമ്പ് നോമ്പ് മുറിച്ചു കളഞ്ഞ ആളുകളാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നോമ്പ് മുറിച്ചു കളഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ആ നോമ്പിന് തുല്യമായൊരു നോമ്പ് നമുക്കുണ്ടാവില്ല. മനഃപൂർവ്വം നോമ്പ് മുറിക്കുന്ന ആളുകൾ, മനഃപൂർവ്വം നോമ്പ് മുറിയുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ: 1 വെള്ളം കുടിക്കുക, 2 ആഹാരം കഴിക്കുക, 3 ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക. അള്ളാഹുവിന്റെ റസൂൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനെ കുറിച്ച് പറയുന്നത്, പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ എൻ്റെ ഭാര്യയുമായി റമദാനിൽ ബന്ധപ്പെട്ടു. റസൂലിന്റെ മുഖം ചുവന്നു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, നീ ഒരു അടിമയെ മോചിപ്പിക്കണം പ്രായശ്ചിത്തമായിട്ട്. പിന്നെ പറഞ്ഞു, നിനക്ക് സാധ്യമല്ലേ ഈ 60 ദിവസം 60 ദിവസം നീ നോമ്പ് പിടിക്കണം, അതിനും കഴിയില്ലേ? 60 മിസ്കീന്മാർക്ക് നീ ആഹാരം കൊടുക്കണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നോമ്പ് ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തി കളയാനുള്ളതല്ല. അത് ഈ 3 കാരണങ്ങൾ കൊണ്ടല്ല. നോമ്പിന്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ റസൂൽ പിന്നെയും പറഞ്ഞു. കുറേ നോമ്പുകാരുണ്ട്, അവരുടെ നോമ്പ് കൊണ്ട് വിശപ്പും ദാഹവും അല്ലാതെ മറ്റൊന്നും അവർക്കില്ല. കുറെ നിസ്കാരക്കാരുണ്ട്, ഉറക്കം നിന്ന് നിസ്കരിച്ചു എന്നല്ലാതെ, ഉറക്കം ഒഴിവാക്കി എന്നല്ലാതെ അവരുടെ നമസ്കാരം കൊണ്ടൊന്നുമില്ല. ആ നോമ്പും ആ നിസ്കാരവും കൊണ്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, തഖ്വയില്ലാത്ത, ഇഖ്ലാസ് ഇല്ലാത്ത, സൂക്ഷ്മതയില്ലാത്ത, പടച്ചവനെ പേടിയില്ലാത്ത, കേവലം ഒഴുക്കിനനുസരിച്ച് പോകുന്ന നോമ്പ്, ഒഴുക്കിനനുസരിച്ചുള്ള നിസ്കാരം അതല്ല. ഈ ഈമാനം വഹ്തിസാബ, ഈമാനോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടിയുള്ള നോമ്പും നിസ്കാരവും അതാ നമുക്ക് വേണ്ടത്. മൻ സ്വാമ റമളാന ഈമാനം വഹ്തിസാബ, മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബ, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനം വഹ്തിസാബ. ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ, റമളാനിന്റെ രാത്രികളിൽ ഈമാനോട് പ്രതിഫലേച്ഛയോടുകൂടി നിസ്കരിച്ചവർക്ക്, ഈമാനോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി നോമ്പ് പിടിച്ചവർക്ക് മുൻകഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. പക്ഷേ മോശപ്പെട്ട പ്രവർത്തനങ്ങളും സംസാരങ്ങളും ഒഴിവാക്കാത്തവനാണോ, അന്നപാനീയങ്ങൾ ഒഴിവാക്കിയതുകൊണ്ട് കാര്യമില്ല. ഞാൻ ഇത്രയും സൂചിപ്പിക്കാനുള്ള കാരണം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, റമളാന്റെ പുണ്യത്തെ അറിയുന്നതോടൊപ്പം റമളാൻ മൂലം നഷ്ടം സംഭവിച്ചാലുള്ള അധപ്പതനം, നമുക്കുണ്ടാകുന്ന പരാജയം കൂടി മനസ്സിലാക്കണമെന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എപ്പോഴും നമ്മൾ ദുആ ഇരക്കണം. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ റമളാന, പടച്ചവനെ, റമളാൻ മാസം സ്വീകരിക്കണേ അല്ലാഹ്.
അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ സ്വലാത്തനാ വസുജൂദനാ വഖിയാമനാ വറുകൂഅനാ. പടച്ചവനെ ഞങ്ങളുടെ റുകൂഉം സുജൂദും നിസ്കാരങ്ങളും നീ സ്വീകരിക്കണേ അല്ലാ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയം പണിതിട്ട് അവിടെ നിന്ന് ഇസ്മായിൽ നബിയോടൊപ്പം ദുആയിരുന്നു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചവനെ എല്ലാം കേൾക്കുന്ന എല്ലാം അറിയുന്നവനാണ് നീ, ഞങ്ങൾ ഇന്ന് സ്വീകരിക്കണേ. ഈ പ്രാർത്ഥന നമ്മുടെ മനസ്സിലുണ്ടാവണം. എത്രയും പെട്ടെന്ന് നിലാവ് കണ്ടാൽ മതി, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് 30 ആയാൽ മതി. ഇങ്ങനെയുള്ളൊരു ആഗ്രഹമല്ല നമുക്ക് വേണ്ടത്. റബ്ബേ ഇത് ഞങ്ങൾ ഇന്ന് സ്വീകരിക്കണേ അല്ലാ. ഒരു മാസക്കാലം നമ്മൾ അനുഷ്ഠിച്ച ഈ ത്യാഗം അല്ലാഹുവേ ഞങ്ങൾ ഇന്ന് സ്വീകരിക്കണേ റഹ്മാനെ എന്ന് ആത്മാർത്ഥമായി പ്രിയപ്പെട്ടവരെ ഓരോ നമസ്കാര ശേഷവും ഒക്കെ നമ്മൾ ദുആയിരക്കണം. ഫിത്ർ സക്കാത്തിന്റെ കാര്യം ഇതിനോട് ചേർത്ത് പറയേണ്ടതാണ്. നമ്മുടെ റമദാന്റെ നോമ്പിനിടയിൽ പറ്റിപ്പോയ ചെറിയ ചെറിയ അബദ്ധങ്ങൾക്കുള്ള തുഹ്റത്തുൽ ലിസ്വാഇം മിനൽ ലഗ്ബി വറഫസ് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഫിത്ർ സക്കാത്ത് കഴിവുള്ളവരൊക്കെ കൊടുക്കണം. റമദാന്റെ പകലിൽ പറ്റിപ്പോയ നോമ്പ് മുറിയാത്ത കാര്യങ്ങളായ ചെറിയ ചെറിയ തിന്മകൾ, അതിനുള്ള പ്രായശ്ചിത്താണ് ഫിത്ർ സക്കാത്ത്. അല്ലാഹു നമ്മൾ ഈ നോമ്പ് സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറല്ലാഹി അമാ ബഅദ്. അല്ലാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് സ്വഫം അടുത്ത് നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി സഹോദരങ്ങൾക്ക് നന്നായിട്ട് ഇരിക്കാൻ പറ്റും. ചാരിയിരിക്കുന്നവരൊക്കെ ഈ സ്വഫിലേക്കൊന്ന് കയറിയിരിക്കുക. അവിടെ ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്. ഇവിടെയൊക്കെ പരിശുദ്ധ റമദാൻ അവസാനിക്കാൻ പോകുന്ന ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്ന് നേരത്തെ പറഞ്ഞ ഫിത്ർ സക്കാത്ത് തന്നെയാണ്. ഫിത്ർ സക്കാത്ത് ഇനിയും കൊടുക്കാത്ത ആളുകൾ ഒറ്റക്കും സംഘടിതമായിട്ടൊക്കെ കൊടുക്കാം. നിങ്ങളതൊരു ഒരു എന്ന് പറയുമ്പോൾ അതിൻ്റെ അളവ് ഏകദേശം ഒരു 3 കിലോ എന്ന് പറഞ്ഞ ചർച്ചകളുണ്ട്. 2.800 ഉണ്ട്, 2.500 ഉണ്ട്. അതായത് ഈ നമ്മൾ കോരിയെടുക്കുന്ന കൈക്കനുസരിച്ചാണ് അത് വ്യത്യാസപ്പെടുക. ഏതായാലും 2.5 കിലോ കുറയാതെ നമ്മൾ ഫിത്ർ സക്കാത്ത് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുക. അത് ചില ആളുകൾ കൊടുക്കുകയും ചെയ്യും, അവർ തന്നെ മേടിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യരുത്. ഫിത്ർ സക്കാത്ത് ഏൽപ്പിക്കപ്പെടുന്ന ആളുകൾ ഇപ്പോൾ 150 രൂപ കണക്കാക്കി പല പള്ളികളിലും മേടിക്കാറുണ്ട്. ആ ഫിത്ർ സക്കാത്തിൻ്റെ പൈസ ഒന്നും മിച്ചം വരുത്താൻ പാടില്ല. സക്കാത്ത് നമ്മൾ സ്വരൂപിക്കുമ്പോൾ കുറച്ച് പൈസ മിച്ചം ഉണ്ടാകും, ആവശ്യം വരുമ്പോൾ ആ സമയത്ത് കൊടുക്കാം. പക്ഷെ ഫിത്ർ സക്കാത്ത് നിസ്കാരത്തിന് മുമ്പ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് വാങ്ങിക്കുന്നവരും കൊടുക്കുന്നവരും അത് കൃത്യമായൊരു സൂക്ഷ്മത ഈ രംഗത്ത് കാണിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നിലാവ് കാണുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 29ാമത്തെ രാവിൻ്റെ അന്ന് നിലാവ് കണ്ടില്ലെങ്കിൽ ഒരു നിരാശ നമുക്ക് വേണ്ട. പല ആളുകൾക്കും 29ൻ്റെ അന്ന് കണ്ടേ പറ്റുള്ളൂ. ഒരു മാസക്കാലം നോമ്പ് പിടിച്ച് നമുക്ക് ഒരു നോമ്പ് കൂടി കൂടുതൽ കിട്ടിയാൽ അത്രയും ഹൈറാണ്. ഒരു രാത്രി നമസ്കാരം, ഒരു ഖിയാമുൽ ലൈലും കൂടി നമുക്ക് കിട്ടും, ഒരു തറാവീഹും കൂടി നമുക്ക് കിട്ടും. അപ്പോൾ 29ൻ്റെ അന്നൊരു വെപ്രാളം, ഒരു പരവേശം ഒന്നും കാണിക്കണ്ട. അതേപോലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പെരുന്നാളിൻ്റെ തക്ബീർ വലിതുഖ്മിനുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സന്മാർഗം നൽകിയതിനുള്ള നന്ദി സൂചകമായ തക്ബീർ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ആ തക്ബീർ ഷവ്വാലിന്റെ ചന്ദ്രക്കല കണ്ടത് മുതൽ നമ്മൾ ചൊല്ലി തുടങ്ങാം. ഏതുവരെ എന്ന് ചോദിച്ചാൽ ഇമാം നിസ്കാരത്തിലേക്ക് പോകുന്നത് വരെ നമ്മൾ തക്ബീർ ചൊല്ലുക. അതേപോലെ തന്നെ പെരുന്നാളിന് വേണ്ടി വാങ്ങുന്ന വസ്ത്രം, ഇപ്പോൾ ഖുർആൻ പറഞ്ഞ എന്താണ്? ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്. പള്ളിയിൽ നിസ്കാര സ്ഥലങ്ങളിൽ ഏറ്റവും നല്ല സീനത്ത്, അലങ്കാരം സ്വീകരിക്കണം. അപ്പോൾ പെരുന്നാളിൻ്റെ വേഷം, ഒരു മുഅ്മിനിന്റെ വേഷം, പ്രത്യേകിച്ച് ഇബാദത്തിന്റെ സമയങ്ങളിൽ നല്ല വേഷമായിരിക്കണം. വേഷത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു വരീഷൻ എന്നാണ്. രീഷ് എന്ന് പറഞ്ഞാൽ തൂവൽ അല്ലേ? മയിലിന്റെ ഭംഗി തൂവലാണ്, മനുഷ്യന്റെ ഭംഗി വസ്ത്രമാണ്. ആ വസ്ത്രത്തിന് മര്യാദയുണ്ട്. നമ്മൾ സാധാരണ നിസാഉൽ കാസിയാത്തിൽ അത് മാത്രമേ കേൾക്കാറുള്ളൂ പലപ്പോഴും. പുരുഷനും വസ്ത്രത്തിൽ മര്യാദയുണ്ട്. എന്താണ് വസ്ത്രത്തിന്റെ മര്യാദ? മുട്ടുപൊക്കിളിനിടയിൽ മറയുന്ന വസ്ത്രമാവണം പുരുഷൻ ധരിക്കേണ്ടത്. നെരിയാണിക്ക് മുകളിൽ വേണം വസ്ത്രം ധരിക്കാൻ. ഇത് ഞാൻ പറഞ്ഞതല്ല, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പള്ളി കയറുമ്പോൾ ഇമാമ് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ നെരിയാണിക്ക് മുകളിൽ കയറ്റിയെടുക്കുമെന്ന് പറയണ്ട. എല്ലാ സമയത്തും നമ്മുടെ മുണ്ടും നമ്മുടെ കുപ്പായവും നെരിയാണിക്ക് മുകളിലാവണം, പാൻറ്റും മുണ്ടും ഒക്കെ നെരിയാണിക്ക് മുകളിലാവണം. അതേപോലെ നമ്മൾ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ തോളിൽ എന്തെങ്കിലും വേണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തൊപ്പി വെക്കൽ വേണമെങ്കിൽ ചെയ്യാം, വലിയ പ്രതിഫലമുള്ള കാര്യമായി ചില ആളുകൾ പറയാറുണ്ട്. തൊപ്പി വെച്ച് നിസ്കരിച്ചാൽ 500 നിസ്കാരത്തിന്റെ പ്രതിഫലം. ഈ ഹദീസുകളൊക്കെ ദുർബലമാണ്. വേണമെങ്കിൽ നിർവഹിക്കാം, ചെയ്യാം. നിർബന്ധമാണെങ്കിൽ, ഈ തൊപ്പി വെക്കൽ നിർബന്ധമാണെങ്കിൽ ഹജ്ജിന്റെ അവസരത്തിൽ വെക്കണം, ഉംറയുടെ സമയത്ത് വെക്കണം. ആ സമയത്ത് തല വെളിവാക്കാനാണ് പറഞ്ഞത്.
അതേപോലെ തന്നെ മറ്റുള്ളവർ ശ്രദ്ധ തിരിക്കുന്ന എഴുത്തുകൾ, അശ്ലീല പരാമർശങ്ങൾ എഴുതിയ എഴുത്തുകൾ പോലും ചില ചിഹ്നങ്ങളൊക്കെ വെച്ചിട്ടുള്ള ബനിയനൊക്കെ ഇട്ട് പലരും വരാറുണ്ട്. അത് നമുക്ക് പറ്റൂല. ജഅഫ്രാൻ കളർ, കുങ്കുമ കളറിന്റെ വേഷം നമുക്ക് ധരിക്കാൻ പറ്റൂല. സുജൂദി പോകുമ്പോൾ പൃഷ്ഠഭാഗം കാണുന്ന കുട്ടിയുടുപ്പ് നമ്മൾ ധരിക്കരുത്. അടിവസ്ത്രം അടിയിൽ ധരിക്കാനുള്ളതാണ്, അത് പബ്ലിസിറ്റിക്ക് വേണ്ടി പുറത്ത് കാണിക്കാനുള്ളതല്ല. പല കുട്ടികളും സുജൂദി പോകുമ്പോൾ അങ്ങനെ കാണാറുണ്ട്. നിസ്കാരം ശരിയാവില്ല, ഔറത്ത് വെളിവായാൽ നിസ്കാരം ശരിയാവില്ല. മറ്റൊരു കാര്യം, മുടി, സുഗന്ധം, മുടി നന്നായി സൂക്ഷിക്കണം. മൻകാന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷാറുണ്ടെങ്കിൽ, മുടിയുണ്ടെങ്കിൽ ഫൽ യുക്രിം, ആ മുടി ആദരിക്കാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുടി എണ്ണ തേക്കൽ പോലും സുന്നത്താണ്, കുളി സുന്നത്താണ്. പെരുന്നാളിനും ജുമുഅക്കും കുളി സുന്നത്താണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക. സുഗന്ധം പൂശുക. ഇനി പെരുന്നാളിന് പോകുന്നതിന് മുമ്പുള്ള സമയമുണ്ടല്ലോ, പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള സമയം. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഒരു മാസം മുമ്പാണ് നമ്മൾ സുബൈ നിസ്കാര ശേഷം ആഹാരം കഴിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ചെറിയ പെരുന്നാൾ ഈദുൽ ഫിത്തറിന് പോകുന്നതിന് മുമ്പ് ലഘു ഭക്ഷണം കഴിക്കൽ സുന്നത്താണ്. എവിടെ നിസ്കരിക്കണം, എവിടെയാണ് നിസ്കരിക്കേണ്ടത്? ഇമാം ബുഖാരി, മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ മദീന പള്ളിയുള്ളപ്പോൾ മദീന പള്ളിയിലല്ല നിസ്കരിച്ചത്, ഇലൽ മുസല്ല, മുസല്ലയിലേക്ക് പോയി. ആ മുസല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുസല്ല എന്നല്ല അർത്ഥമല്ല, നിസ്കരിക്കാനുള്ള സ്ഥലം. സഹാറ മരുഭൂമിയിൽ പോയി പ്രവാചകൻ ഒരു കുന്തം നാട്ടിവെച്ചു. ആ കുന്തത്തിന് പിന്നിൽ നിന്ന്, ഒരു മറയായി കുന്തം സ്വീകരിച്ച് കുന്തത്തിന്റെ പിന്നിൽ നിന്നു. സ്വഹാബത്ത് പിന്നിൽ അണിനിരന്നു. എന്നിട്ട് സ്വഹാബ വനിതകൾ പിന്നിൽ, ആ സ്വഹാബികളുടെ പിന്നിൽ നിന്നു. അങ്ങനെ പ്രവാചകൻ പെരുന്നാൾ നിസ്കരിച്ചു. പ്രവാചകൻ പള്ളിയിൽ നിസ്കരിച്ചത് മഴയുള്ള ദിവസം നിസ്കരിച്ചു എന്ന് പറഞ്ഞ റിപ്പോർട്ടേ ഉള്ളൂ. അതാണെങ്കിലും അഭിപ്രായത്തിൽ ദുർബലാണോ സ്വഹീഹാണോ എന്നുള്ള റിപ്പോർട്ട്. അപ്പോൾ പെരുന്നാൾ നിസ്കാരം ഈദ്ഗാഹുകളിൽ, മൈതാനത്താണ് ഏറ്റവും ഖൈർ. എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? 8 മണിക്ക് നിസ്കാരം വെക്കരുത്, 9 മണിക്കും വെക്കരുത്. എത്രയും പെട്ടെന്ന് നിസ്കരിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നിസ്കരിക്കുക. നമ്മൾ സാധാരണ ഖുത്ബ കഴിഞ്ഞ് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞൊരു പരാതി എന്താ, ഭയങ്കര വെയിലായിരുന്നു. ആര് പറഞ്ഞു ഈ വെയിലത്ത് ഈദ്ഗാഹ് നടത്താൻ? നേരത്തെ പറ്റുന്നവൻ വന്നാൽ മതി. പിടിച്ച് വലിച്ച് നാട്ടുകാരെ മൊത്തം കൊണ്ടുവരാൻ നമുക്ക് പറ്റുമോ? ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇത്തവണത്തെ ഈദ്ഗാഹ് 7 മണിക്കാണ്. പാലസിന്റെ പാർക്കിംഗ് ഏരിയയിൽ ഇൻഷാ അല്ലാഹ് 7 മണിക്ക്, അതും കുറച്ച് വൈകിപ്പോയെന്നാണ് തോന്നുന്നത്, 7 മണിക്ക് പെരുന്നാൾ നിസ്കാരം ഉണ്ടാവും. ഇനി പ്രത്യേകിച്ച് പറയണ്ടല്ലോ, 7 മണിക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എത്തുക. അതേപോലെ സഹോദരങ്ങളെ, പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് പ്രവാചകന്റെ ചര്യ എന്ന് പറഞ്ഞാൽ ഖുത്ബ നടത്തും. അല്ലാഹു അവരെ ഉപദേശിക്കുമ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ സൊഫിലായിരുന്നത്. ഖുത്ബ കേൾക്കേണ്ടത്, പെരുന്നാൾ ഖുത്ബ കേൾക്കേണ്ടത് ആ സൊഫിലിരുന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ അവസാനം ഒരു സ്വതക്ക വാങ്ങിയിരുന്നു. അത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, സുന്നത്താണ്. ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരിമാരെ, പള്ളിയിലും മദ്രസയിലും ഖുർആൻ ക്ലാസ്സിലും മാത്രമല്ല നമ്മുടെ വേഷം ഇസ്ലാമികമാകേണ്ടത്. ഏത് സമയത്തും ഇസ്ലാമികമായ വേഷം നമ്മൾ ധരിക്കണം. പ്രത്യേകിച്ച് അന്യ പുരുഷന്മാരുള്ള വേദികളിലൊക്കെ മുഖവും മുൻകൈയും ഒഴിച്ച്, ഒരു സ്ത്രീക്ക് മുഖം മറക്കാൻ താല്പര്യമാണോ? മുഖം മറക്കാൻ വിരോധമൊന്നുമില്ല. മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ബാക്കി ഭാഗം നിർബന്ധമായും മറയണം. അത് ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന, ഒട്ടി നിൽക്കുന്ന, ബോഡി ഷേപ്പ് കാണുന്ന വേഷം നമ്മൾ ധരിക്കരുത്. അല്പം ലൂസ് ഉണ്ടാവണം. അതേപോലെ അകവും പുറവും കാണുന്ന ട്രാൻസ്പെറന്റ് ആയ വേഷം നമ്മൾ ധരിക്കരുത്. കറുത്ത വറുത തന്നെ വേണമെന്നില്ല. ജഅഫ്രാൻ കളറല്ലാത്ത, മറ്റുള്ളവരുടെ കണ്ണിനെ കൊത്തിവലിച്ച് എന്റെ ശരീരത്തിലേക്ക് ആകർഷിപ്പിക്കുന്ന കളറുകളല്ലാത്ത എല്ലാം നമുക്ക് അനുവദനീയമാണ്. പ്രത്യേകിച്ച് ജഅഫ്രാൻ കളർ മാത്രം പ്രവാചകൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അതേപോലെ സുഗന്ധം പൂശുന്ന വിഷയം, പുരുഷന് സുഗന്ധം പൂശൽ, എല്ലാത്തരം സുഗന്ധവും അനുവദനീയമാണ്. സ്ത്രീക്ക് മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ അടിച്ചു വീശുന്ന അത്തറുകൾ അടിക്കൽ റസൂൽ വിരോധിച്ചിട്ടുണ്ട്. അവരുടെ ശരീരത്തിൽ തന്നെ ഒതുങ്ങുന്ന, പുറത്തേക്ക് അധികം സ്മെല്ല് വരാത്ത, മറ്റുള്ളവരെ ആകർഷിപ്പിക്കാത്ത ലൈറ്റ് ആയിട്ടുള്ള അത്തറുകളെ പറ്റുള്ളൂ. ഹദീസിൽ കൃത്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബിബി റളിയല്ലാഹു പറയുന്നത്, അവസാന പ്രവാചകന്റെ വഫാത്ത് കഴിഞ്ഞ് പള്ളിയിൽ ചില സ്ത്രീകൾ ഈ പുകയൊക്കെ വെച്ചിട്ട് ഒരുതരം സുഗന്ധം പൂശിയിട്ട് എന്ത് ചെയ്യും? പള്ളി വരും. അപ്പോ ആയിഷ ബിബി പറയും, ഇവരെ എങ്ങാൻ റസൂൽ കണ്ടിരുന്നെങ്കിൽ പ്രവാചകൻ വിലക്കുമായിരുന്നു പറഞ്ഞ ഹദീസ് കാണാൻ പറ്റും. അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു, അത്ര പൂശി അതിന്റെ റീഹ് ഇങ്ങനെ അടിച്ചു വീശുന്ന അവസ്ഥയിൽ നടക്കുന്നവൾ ഫഹിയ സാനിയ, വ്യഭിചാര പ്രവർത്തനത്തിലേക്ക് പ്രേരിപ്പിക്കുന്നവളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറ നോക്കുമ്പോൾ ഒരിക്കലും ഒരു സഹോദരി എന്ത് ചെയ്യാണ്? അത്ര പൂശി ഇങ്ങനെ വരിക, അടിച്ചു വീശുന്ന സുഗന്ധം. അബൂ ഹുറൈറ ചോദിച്ചു, ഇങ്ങോട്ടാ പോകുന്നത്? പള്ളി നിസ്കരിക്കാനാ പോകുന്നത്. ഇർജിഇലാ ബൈതിക്, വീട്ടിലേക്ക് നീ പോ, എന്നിട്ട് കഴുകി കളഞ്ഞിട്ട് പള്ളി നിസ്കരിക്കാൻ വേണ്ടി വാ. അപ്പൊ ഈ ഒരു അദബ് നമ്മൾ എല്ലാ മേഖലയിലും പാലിക്കേണ്ടതുണ്ട്. അതേപോലെ സുഹൃത്തുക്കളെ, സക്കാത്തിന്റെ വിഷയം ഞാൻ പറയേണ്ടതില്ല. ഇനിയും മടി കാണിച്ചിരുന്നാൽ നമുക്ക് ബർക്കത്തുണ്ടാവില്ല, നമ്മുടെ സമ്പത്ത് വളരില്ല. സക്കാത്ത് കൊടുത്താലേ വളരുള്ളൂ. സ്വതക്ക നിങ്ങൾ 100 രൂപ കൊടുക്കും, പടച്ചവൻ എത്ര ഇരട്ടി നമുക്ക് തരും? സക്കാത്ത് കണക്ക് നോക്കി അത് കൊടുത്താൽ കുറയില്ലേ? കൊടുത്തില്ലെങ്കിലാണ് കുറയാ. എന്തെല്ലാം അസുഖങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ കാറ് വേണം, സ്ഥലം മേടിക്കണം, മക്കളെ കെട്ടിക്കണം, വീട് വെക്കണം. ശരി, ഹാർട്ടിനൊരു പ്രശ്നം വന്നു. പിന്നെ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം മനസ്സമാധാനത്തോടെ ജീവിക്കലായിരുന്നു.
കിഡ്നിക്ക് ഒരു കംപ്ലൈൻറ്റ് വന്നു, വെള്ളം കുടിക്കാൻ ഡോക്ടർ നിർദ്ദേശം നൽകി, ഒരു ബോട്ടിലിൻ്റെ അടപ്പിൽ കുടിച്ചാൽ മതി. അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്തായിരിക്കും? സാധാരണ വെള്ളം കുടിക്കലായിരിക്കും. ഇതാണ് മനുഷ്യൻ്റെ ജീവിതം. അപ്പോൾ സക്കാത്ത് കൊടുക്കാനുള്ളവരൊക്കെ കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവരെയും അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഷവ്വാലിൽ 6 നോമ്പ് കഴിവതും റമദാനിൻ്റെ പെരുന്നാൾ കഴിയുമ്പോൾ തന്നെ പിടിച്ചു തീർക്കുക. ആ മാസം മൊത്തം തീരാൻ വേണ്ടി നിൽക്കേണ്ട, അവസാനത്തേക്ക് വെക്കേണ്ട. ഇതൊക്കെ ശ്രദ്ധിച്ച് നല്ല നിലയിൽ മുന്നോട്ട് പോവുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, റമദാൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ മസ്ജിദിന് വേണ്ടി ഈ റമദാൻ മാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു അവസരമാണ്. എല്ലാവരും ഇവിടെ കൂടി എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി ആത്മാർത്ഥമായി ഈ റമദാൻ്റെ അവസാനത്തെ ഈ വെള്ളിയാഴ്ച പടച്ചവൻ്റെ പ്രീതി കാംക്ഷിച്ച് എല്ലാവരും ആത്മാർത്ഥമായി സഹായിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, നാളെ ഒരു സംഘം ആളുകളെ സ്വർഗത്തിലേക്കും മറുസംഘം ആളുകളെ നരകത്തിലേക്കും കൊണ്ടുപോകുമ്പോൾ സ്വർഗം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നരകത്തിൽ ഞങ്ങളെ നീ അകറ്റണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ ചെയ്തു പോയ ഇബാദത്തുകൾ, ഞങ്ങളുടെ നോമ്പ്, ഞങ്ങളുടെ നമസ്കാരം, ഞങ്ങളുടെ സ്വതക്കകൾ, ഞങ്ങളുടെ ഉംറ, ഹജ്ജ്, മറ്റ് തസ്ബീഹുകൾ, ദിക്റുകളെല്ലാം നീ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി ഞങ്ങൾക്ക് സ്വർഗം നൽകണേ നാഥ. ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ ചെയ്തു പോയ കണ്ണുകൊണ്ടും ചെവി കൊണ്ടും നാവ് കൊണ്ടും കൈകാലുകൾ കൊണ്ടും മനസ്സുകൊണ്ടുമൊക്കെ അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയ എല്ലാ തിന്മകളും നീ മായിച്ചു നൽകണേ റഹ്മാനെ, പുറത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ഖൈറും ബർക്കത്തും നിഅമത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കളുടെ കബറിടങ്ങളെ നീ വിശാലമാക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ നാഥ. അള്ളാഹുവെ, കഴിഞ്ഞ റമദാനിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പല സുഹൃത്തുക്കളും നമ്മുടെ ഈ പള്ളിയുമായി സഹകരിച്ചിരുന്ന കുഞ്ഞോപ്പിള്ള സാറ്, മമ്മൂട്ടി സാർ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇന്ന് കബറിലാണ്. അങ്ങനെ പേര് പറഞ്ഞവരും പറയാത്തവരുമായ ഒരുപാട് സഹോദരങ്ങൾ, അള്ളാഹുവെ, അവർക്കൊക്കെ നീ സ്വർഗം പ്രദാനം ചെയ്യണേ നാഥ. അള്ളാഹുവെ, നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി സാമ്പത്തികമായി സഹായിക്കുന്ന, ശാരീരികമായി സഹായിക്കുന്ന, ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹോദരങ്ങൾക്ക് നീ ഇസ്സത്തും അതേപോലെ തന്നെ ഖൈറും ബർക്കത്തും അവരുടെ പരലോക ജീവിതവും എല്ലാം നീ ശോഭനമാക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ലോകത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങൾ യുദ്ധക്കെടുതി കൊണ്ട് പീഡനങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ഗാസയിലെയും ഫലസ്തീനിലെയും അങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങളിലെ വിശ്വാസി സമൂഹങ്ങൾ, അള്ളാഹുവെ, അവർക്ക് ഇസ്സത്തും സമാധാനവും പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവെ, അകന്നുപോയ ഹൃദയങ്ങളെ നീ കൂട്ടിയിണക്കണേ റഹ്മാനെ. അകന്നുപോയ ഹൃദയങ്ങളെ നീ കൂട്ടിയിണക്കണേ റഹ്മാനെ. പടച്ചവനെ, ശാരീരികമായ, സാമ്പത്തികമായ, കുടുംബപരമായ പ്രശ്നങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. നല്ല ഖൈറും ബർക്കത്തും കൺകുളിർമയുമുള്ള കുടുംബം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. സോലിഹായ സന്താനങ്ങളെ ഞങ്ങൾക്ക് നീ നൽകണേ നാഥ. സന്താനങ്ങളെ കൊണ്ട് നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ സിയാമനാ, റബ്ബനാ തഖബ്ബൽ മിന്നാ സിയാമനാ, റബ്ബനാ തഖബ്ബൽ മിന്നാ സിയാമനാ, റബ്ബനാ തഖബ്ബൽ മിന്നാ സ്വലാത്തനാ വസുജൂദനാ വറുകൂഅനാ, റബ്ബനാ തഖബ്ബൽ മിന്നാ സ്വലാത്തനാ വസുജൂദനാ വറുകൂഅനാ, റബ്ബനാ തഖബ്ബൽ മിന്നാ സ്വലാത്തനാ വസുജൂദനാ വറുകൂഅനാ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.